പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ 55 കിലോമീറ്റർ ദൂരത്തിൽ 45 മീറ്റർ ഇടവിട്ട് ഇരുവശങ്ങളിലുമായി ഉയരമുള്ള തൂണുകളിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനലുകളും ബാറ്ററിയും ഒക്കെ ചേർന്ന വഴിവിളക്കുകൾ വാറന്റി കാലാവധി പിന്നിട്ടതോടെ പൂർണ്ണമായും തകരാറിലായി. ഇപ്പോൾ 2 വർഷത്തിലേറെയായി ഒരെണ്ണം പോലും തെളിയുന്നില്ല. വാഹനങ്ങളിടിച്ച് കേടായ വിളക്കുകൾക്കെല്ലാം 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ വാഹന ഉടമകളിൽ നിന്നും സർക്കാരിലേക്ക് നഷ്ടപരിഹാരം ഈടാക്കിയെങ്കിലും ഒന്നുപോലും പുനഃസ്ഥാപിച്ചിട്ടില്ല. ഒടിഞ്ഞ് വഴിയിൽ കിടക്കുന്ന തൂണുകളിൽ നിന്ന് ബാറ്ററികൾ മോഷണം പോവുകയും ചെയ്തു. ബാറ്ററിയുടെയും പാനലിന്റെയും തകരാർ മൂലം ബാക്കി വഴിവിളക്കുകളും പ്രവർത്തനരഹിതമായി. നിരവധി ബാറ്ററികൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാരും തദ്ദേശ സ്ഥാപനങ്ങളും നിരന്തരം പരാതി നൽകിയിട്ടും വഴിവിളക്കുകൾ നന്നാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടിയെടുത്തിട്ടില്ല. കെൽട്രോൺ, അനർട്ട് തുടങ്ങിയ ഏതെങ്കിലും ഏജൻസിക്ക് പരിപാലന ചുമതല നൽകുന്ന കാര്യം ആലോചിച്ചെങ്കിലും തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രി വെളിച്ചമില്ലാത്തതിനാൽ നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. ശബരിമല തീർത്ഥാടന കാലയളവിലായിരുന്നു ഏറെയും. ഹെഡ്ലൈറ്റിന്റെ തീവ്രപ്രകാശത്തിൽ വഴിയാത്രക്കാരെ ഡ്രൈവർമാർക്ക് കാണാനാകില്ലെന്നതാണ് പ്രശ്നം. കോടികൾ മുടക്കി ഹൈവേയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടതിനാൽ പിന്നീട് പരിധിയിലെ പഞ്ചായത്തുകളൊന്നും റോഡിൽ വഴിവിളക്കുകൾക്കായി ഫണ്ട് മാറ്റിവെച്ചില്ല. MP ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗിച്ച് ഏതാനും ഹൈമാസ്റ്റ്, മിനി മാസ്റ്റ് ലൈറ്റുകൾ പ്രധാന കവലകളിൽ സ്ഥാപിച്ചത് മാത്രമാണ് പിന്നീടുണ്ടായത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.